ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അലോവേറ ഇല്ലാതൊരു അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ജെല്ല് മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മളിന്ന് ജെല്ല് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മെഷർമെൻറ്റിൻ്റെ കപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അലോവേറ എക്സ്ട്രാക്റ്റ് എടുക്കാം. അപ്പോൾ അലോവേറ ഇല്ലെങ്കിലും നമുക്ക് അലോവേറയുടെ അതേ ഗുണം തന്നെ നമുക്ക് എക്സ്ട്രാക്റ്റിനും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 30 ml കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു 50 ഗ്രാം ജെല്ലാണ്. അപ്പോൾ ഞാനൊരു 30 ml എടുത്തിട്ടുണ്ട് നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്റ്റ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് 50 ml അലോവേറയുടെ എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കൂടുതൽ ഗുണം കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ 50 ml ഫുള്ള് അലോവേറയുടെ എക്സ്ട്രാക്റ്റിൽ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പകുതിയാണ് DM വാട്ടറും അതുപോലെ തന്നെ അലോവേറയുടെ എക്സ്ട്രാക്റ്റും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 30 ml അലോവേറ എക്സ്ട്രാക്റ്റും 20 ml DM വാട്ടറുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അത് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് ഈ ടാബ്ലറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ ജെല്ല് മേക്കുന്നത് സാന്തങ്കം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നാച്ചുറലാണ്, ക്ലിയർ ആണ് കേട്ടോ വരുന്നത്. സാന്തങ്കം ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ജെല്ലൊക്കെ മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സാന്തങ്കം. അപ്പോൾ നമുക്കൊരു സാന്തങ്കം നമുക്കൊരു ചെറിയൊരു 1/2 ടീസ്പൂണോളം സാന്തങ്കം എടുക്കണം. ഇപ്പോൾ നമുക്ക് കാർബോമർ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കാർബോമർ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ pH ഒക്കെ കറക്റ്റ് ആക്കണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് സേഫായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സാന്തങ്കം ഫുള്ളായിട്ട് അലിയുന്ന രീതിയിൽ നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. ഇപ്പോൾ സാന്തങ്കം മെൽറ്റ് ആവുന്നത് ഈ ഗ്ലിസറിനിലാണ്, വെജിറ്റബിൾ ഗ്ലിസറിനാണ്. വാട്ടറൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്കിതിൽ മെൽറ്റായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരെ നമ്മുടെ അലോവേറയുടെ എക്സ്ട്രാക്റ്റും DM വാട്ടറും എടുത്ത് വെച്ചിട്ടുള്ളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെയാണ്. പിന്നെ നമുക്ക് സാന്തങ്കം കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതുണ്ട്, ഫുഡ് ഗ്രേഡിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതാണ് സാന്തങ്കം. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ വേറെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ പ്രിസർവേറ്റീവ് കുറേ അധികം നാൾ യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് വേണമെങ്കിൽ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അലോവേറ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ വെച്ചിട്ട് നമുക്ക് അലോവേറ ജെല്ല് മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ജെല്ല് മേക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും കേട്ടോ. നമ്മൾ എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുന്ന ജെല്ലുകൾക്ക് ഷെൽഫ് ലൈഫ് ഉണ്ടാവും. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ ഇതിരിക്കും കേട്ടോ. ഇത് സ്കിന്നിലേക്കും അതുപോലെ തന്നെ ഹെയറിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് മുന്നേ പലതരം ജെല്ലുകളുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മഞ്ചിഷ്ട പ്ലസ് സാഫ്രോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെമ്പരത്തിയുടെ ഉലുവയുടെ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അത് മുന്നത്തെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ജെല്ലുകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ജെല്ല് ഉണ്ടാക്കുന്ന സാന്തങ്കമോ അല്ലെങ്കിൽ പ്രിസർവേറ്റീവോ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാക്റ്റുകളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എവിടേക്കാണെങ്കിലും കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അതുപോലെ തന്നെ DTDC കൊറിയർ സെൻറ്റർ വഴിയാണ് ഇപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം വെച്ചെങ്കിൽ നമ്മൾ അങ്ങനെ അയച്ചു തരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ്, ഷാംപൂ ഉണ്ടാക്കാനുള്ളത്, ഫേസ് വാഷ്, ഫേസ് ക്രീം, ലിപ് ബാം, അതുപോലെ തന്നെ ക്ലീനിങ് പ്രോഡക്റ്റുകൾ എല്ലാത്തിൻ്റെ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.